ഹലോ ഗൈസ്, നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഓപ്പറേഷൻ നുംഖൂറിനെ പറ്റിയാണ്. അതായത് നിങ്ങൾ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നടക്കുന്ന ഒരു പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ സെലിബ്രിറ്റികളുടെ വീട്ടിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെത്തുകയും അതിന് പിന്നാലെ അവരുടെ വാഹനങ്ങളൊക്കെ പിടിച്ചെടുക്കുകയും ആൻഡ് അതിന് പുറകെ ഉണ്ടായിട്ടുള്ള വലിയ കോലാഹലങ്ങളെ പറ്റിയൊക്കെ ന്യൂസും നാഷണൽ മീഡിയ അടക്കം പല ന്യൂസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു രജിസ്റ്റേർഡ് വാഹനം വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് ആക്ച്വലി നമ്മൾ ചെയ്തിരിക്കേണ്ട അല്ലെങ്കിൽ അന്വേഷിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ ഈ ഒരു പ്രശ്നത്തിലൂടെ പല ആളുകളും ചിന്തിക്കുന്നുണ്ട്. സോ സമീപകാലത്ത് ഡൽഹിയിൽ നിന്നൊക്കെ ഒരുപാട് രജിസ്റ്റേർഡ് വണ്ടികൾ, അതായത് ആ ഒരു ഡീസൽ ഇഷ്യൂ ഒക്കെ വന്ന സമയത്ത് ഒരുപാട് രജിസ്റ്റേർഡ് വണ്ടികൾ കേരളത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പിന്നിലൊക്കെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ പതിയിരിപ്പുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട കാര്യമാണ്. സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മൈ നെയിം ഈസ് അഭിജിത്ത് രാമചന്ദ്രൻ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. Don't forget to like and subscribe. ആദ്യമേ തന്നെ പറയട്ടെ, ഇതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രേരിത ലക്ഷ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല. നമ്മളെ സെലിബ്രിറ്റികളെ, എസ്പെഷ്യലി ദുൽഖർ സൽമാനെയും പൃഥ്വിരാജ് സുകുമാരനെയും അമിത് ചക്കാലിനൊക്കെ ഈ ഒരു ഇഷ്യൂവിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടുന്നതിന് മുമ്പേ തന്നെ സോഷ്യൽ മീഡിയയിൽ ആളുകൾ രാജ്യദ്രോഹികളായിട്ടും തീവ്രവാദികളായിട്ടൊക്കെ ഒരു കുറ്റം ചുമത്തുന്നത് കണ്ടിട്ടുണ്ടായി. എന്ത് സുഖമാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ലഭിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം ഈ ഒരു ഇഷ്യൂ എന്താണെന്നും ഇതിൻ്റെ പുറകിലുള്ള റാക്കറ്റുകളെ കുറിച്ചൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമാണ് നമുക്ക് അവർ ശരിക്കും ഈ ഒരു ഇഷ്യൂവിൽ ഇൻവോൾവ് ആണോ, അതായത് നമ്മുടെ സെലിബ്രിറ്റികൾ ഇതിൽ ഇൻവോൾവ് ആണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളിലൂടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോസസ്സിലൂടെയാണ് അവർ ഇതിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിനിടയ്ക്ക് 1 കോടി രൂപയുടെ അല്ലെങ്കിൽ 2 കോടി രൂപയുടെ വാഹനങ്ങൾ ഇമ്പോർട്ട് ചെയ്തു, അൾട്രാ ലക്ഷറി വാഹനങ്ങൾ ഇമ്പോർട്ട് ചെയ്തു, ടാക്സ് കൊടുത്തില്ല, അങ്ങനെ ഒരുപാട് കുപ്രചാരണങ്ങൾ നമ്മുടെ ഇതിലൂടെ നടക്കുന്നുണ്ട്. സോ അതിനൊക്കെ റിയാലിറ്റിയിലേക്ക് ഇതുവരെ ഈ ഒരു റെയ്ഡ് നടത്തിയ കസ്റ്റംസുകാർ പോലും എത്തിയിട്ടില്ല. സോ അതിനു മുമ്പേ തന്നെ നമ്മൾ അങ്ങനെയുള്ള വാദഗതികൾ മുമ്പോട്ട് വെക്കുന്നത് തികച്ചും എന്താ പറയുക, ഒരു നല്ല രീതിക്കുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ഓപ്പറേഷൻ നുംഖൂർ എന്ന് പറയുന്നത് തന്നെ, അതായത് നുംഖൂർ എന്ന വാക്ക് ഭൂട്ടാനീസ് ഭാഷയിൽ പറഞ്ഞാൽ അത് വാഹനം എന്നാണ് അർത്ഥം. അപ്പം ഭൂട്ടാനിൽ നിന്നും ഇല്ലീഗലായിട്ട് വാഹനം ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ എത്തിയതിനെ കുറിച്ച് അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു അന്വേഷണമാണ് ഓപ്പറേഷൻ നുംഖൂർ എന്ന് പറയുന്നത്. അതിപ്പം കസ്റ്റംസ് ആണ് നടത്തുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും, ഒരു രാജ്യത്ത് നിന്ന് ഒരു സാധനം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള ഫോർമാലിറ്റീസ് ഇൻക്ലൂഡിങ് ദ എന്താ പറയുക, നമ്മുടെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ടാക്സ് ഇതൊന്നും പേ ചെയ്യാതെ ഇല്ലീഗലായിട്ട് കൊണ്ടുവരുമ്പോൾ ഓഫ് കോഴ്സ് അത് കസ്റ്റംസിന്റെ പരിധിയിൽ വരുന്നതാണ്. അവരായിരിക്കും പ്രാഥമികമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുന്നത്. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഭൂട്ടാൻ എന്തുകൊണ്ട് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ വന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭൂട്ടാൻ എന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് ഭൂട്ടാനിൽ നിന്ന് വാഹനം കൊണ്ടുവരുന്നതിന് വളരെ പരിമിതമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഈ ഇഷ്യൂസും അതുപോലെ തന്നെ നമുക്കൊരു ഈസിനെസ് ഉണ്ട്, കുറച്ച് നൂലാമാലകളൊക്കെ കുറവാണ്. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഭൂട്ടാനിലേക്ക് വാഹനം ഇമ്പോർട്ട് ചെയ്യുന്നതിനും വളരെയേറെ പ്രോസസ്സ് കുറവും അതുപോലെ നൂലാമാലകളെല്ലാം കുറവാണ്, അവിടുത്തെ ടാക്സും കാര്യങ്ങളെല്ലാം കുറവാണ്. അപ്പോൾ തന്നെ 2 പോസിബിലിറ്റീസ് അവിടെ ഉണ്ട്. മൂന്നാമതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ റോയൽ മിലിറ്ററി യൂസ് ചെയ്തതിന് ശേഷം ഒരു സമയം കഴിയുമ്പോൾ അവിടെ വാഹനങ്ങൾ അവർ ലേലത്തിൽ വെക്കുകയും ആ ലേലത്തിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് വാഹനങ്ങൾ പിടിച്ചെടുത്തതിന് ശേഷം അത് ഇന്ത്യയിലേക്ക് വേണ്ട വിധത്തിൽ ലീഗലായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇന്ത്യയിലേക്ക് കടത്തുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഏകദേശം 150ഓളം വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടെന്നും അത് 20 വാഹനങ്ങളോളം കേരളത്തിലേക്ക് വന്നിട്ടുണ്ടെന്നും അതിൽ കുറച്ച് സെലിബ്രിറ്റീസ് ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഉള്ളൊരു ഇൻഫർമേഷൻ കസ്റ്റംസിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് നടത്തുന്നൊരു പ്രാഥമിക അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അപ്പോൾ ഇങ്ങനെ ഇല്ലീഗലായിട്ട് വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കടത്തുന്നതിന് പുറകിൽ ഒരുപാട് റാക്കറ്റുകളുണ്ട്. അതിൽ ഇപ്പോൾ കോയമ്പത്തൂർ ബേസ്ഡായിട്ടുള്ള ഒരു റാക്കറ്റിനെ ഈ ഒരു കസ്റ്റംസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെന്നും അവരുമായിട്ടുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്തു വരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. അപ്പം ഈ റാക്കറ്റ് വാഹനങ്ങൾ വിൽക്കുന്നത് അല്ലെങ്കിൽ അവിടെ നിർത്തി വിൽക്കുന്നത് മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെയുള്ള വിൻറ്റേജ് മോഡലുകളുടെ സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്ന ഒരു റാക്കറ്റ് ആണെന്നുള്ളത് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ നടനായിട്ടുള്ള അമിത് ചക്കാലക്കയുടെ അവരുടെ ഒരു ഇന്റർവ്യൂവിൽ നമുക്ക് പറഞ്ഞ് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അതായത് ആ റാക്കറ്റിൽ നിന്ന് ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ പഴയൊരു ലാൻഡ് ക്രൂസറാണ് അല്ലെങ്കിൽ വിൻറ്റേജ് ആയിട്ടുള്ള ഒരു പ്രീമിയർ പത്നിയാണ് അല്ലെങ്കിൽ വളരെ റെയർ ആയിട്ടുള്ള വാഹനമാണ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ സ്പെയർ പാർട്സ് കിട്ടാനായിട്ട് ഞാൻ ഒരു പക്ഷേ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തൊക്കെ അന്വേഷിക്കുന്നുണ്ടാവും. അപ്പോൾ വളരെ എളുപ്പത്തിൽ എനിക്ക് ഈ ഒരു സ്പെയർ പാർട്സ് കിട്ടുന്ന ഒരു കുറച്ച് ആളുകളുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാതെ ഡയറക്റ്റ് പേയ്മെൻറ്റ് ചെയ്തിട്ട് ആ ഒരു സ്പെയർ പാർട്സ് വാങ്ങും. അപ്പോൾ അതിൻ്റെ പുറകിൽ ഈ സ്പെയർ പാർട്സ് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്നും ഞാൻ അന്വേഷിക്കാൻ പോകില്ല. സോ അതാണ് ബേസിക്കലി ഇവിടെ സംഭവിച്ചൊരു കാര്യം. അപ്പോൾ ഈ റാക്കറ്റുകളുടെ ഒരു മോഡസ് ഓപ്പറാൻഡി എന്ന് വെച്ചാൽ 2 വിധത്തിലാണ്. ഒന്ന്, ഞാൻ പറഞ്ഞ ആ ഒരു റോയൽ മിലിറ്ററിയുടെ കയ്യിൽ നിന്ന് വാഹനങ്ങൾ ലേലത്തിൽ പിടിക്കുന്നു. ലേലത്തിൽ പിടിച്ചതിന് ശേഷം വളരെ കുറഞ്ഞൊരു രീതിക്കായിരിക്കും ലേലത്തിൽ പിടിക്കുന്നത്. ആ ലേലത്തിൽ പിടിച്ച വാഹനങ്ങൾ നേരെ ഹിമാചലിൽ എത്തിക്കുന്നു. ഹിമാചലിൽ എത്തിച്ചതിന് ശേഷം അതിൻ്റെ അവിടെ ഒരു വ്യാജ മേൽവിലാസം ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു ടെമ്പററി രജിസ്ട്രേഷൻ ചെയ്യുന്നു. പിന്നീട് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളായിട്ട് പല വ്യാജ മേൽവിലാസങ്ങളിലൂടെ അല്ലെങ്കിൽ ചിലപ്പം ഒറിജിനൽ ആളുകളായിരിക്കാം
അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യുന്നു. അതിനുശേഷമാണ് ആ ഒരു എൻഡ് യൂസറുടെ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ യൂസ് ചെയ്ത ആളുകളിലേക്ക് എത്തിക്കുന്നത്. ഇതാണ് അവരുടെ ഒരു മോഡസ് ഓപ്പറാൻഡിയിൽ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ഈ ഒരു ഭൂട്ടാനിലേക്ക് വാഹനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നതിന് ലീഗൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വളരെ കുറവായതുകൊണ്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് വേറൊരു രാജ്യത്തു നിന്ന് ഒരു വാഹനം എത്തിക്കണമെങ്കിൽ അത് ഇന്ത്യയിലേക്ക് ഡയറക്റ്റ് എത്തിക്കാതെ നേരെ ഭൂട്ടാനിൽ എത്തിക്കുന്നു. ഭൂട്ടാനിൽ നിന്ന് ആ ഒരു ഇഷ്യൂസ് ഒക്കെ വളരെ കുറവായതുകൊണ്ട് തന്നെ നേരെ ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ട് ഈ ഹിമാചലിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തോ പോയി റീരജിസ്റ്റർ ചെയ്തിട്ട് ദെൻ അത് ഇന്ത്യൻ വാഹനമാണെന്നുള്ള രീതിക്ക് മറ്റുള്ള ലീഗൽ റെക്കോർഡ്സും അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം മറ്റ് യൂസേഴ്സിലേക്ക് എത്തിക്കുന്നു. ഇതാണ് അവരുടെ സെക്കൻഡ് മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി എന്താണ് നമുക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമുക്ക് കിട്ടേണ്ട കറക്റ്റായിട്ടുള്ള ടാക്സുകൾ അല്ലെങ്കിൽ ഡ്യൂട്ടി പേയ്മെൻറ്റുകളൊന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അപ്പം വളരെ വലിയൊരു എമൗണ്ടിനാണ് ഈ ഒരു വാഹനങ്ങൾ മറച്ചു വെക്കപ്പെടുന്നത്. ഒരു പക്ഷേ ആ ഒരു ഭൂട്ടാനിൽ നടക്കുന്ന കുറച്ച് അഴിമതികളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അവിടെ വളരെ കുറഞ്ഞ എമൗണ്ടിൽ ആ ഒരു ലേലങ്ങൾ നടക്കുകയും അതുവഴി നമ്മുടെ ഈ റാക്കറ്റുകൾക്ക് ഈ ഒരു വാഹനം ആക്സസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം വാഹനങ്ങൾ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ 1-2 ലക്ഷത്തിന് അല്ലെങ്കിൽ 3-4 ലക്ഷത്തിന് വാങ്ങിയ വാഹനങ്ങൾ അത് 40-50 ലക്ഷത്തിനായിരിക്കും ഇവിടെ മറച്ചു വിൽക്കപ്പെടുന്നത്. പക്ഷേ ഇതിലുള്ളൊരു ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 40-50 ലക്ഷത്തിന് ഇത് മറച്ചു വിറ്റാലും ഞാനാണ് വാഹനം മേടിക്കുന്നതെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആ വാഹനത്തിന് ഒരുപക്ഷെ 80-90-1 കോടി രൂപയോ വാല്യൂ ഉണ്ടാവും, മാർക്കറ്റ് വാല്യൂ ഉണ്ടാവും. അങ്ങനെയുള്ളൊരു വാഹനം എനിക്ക് 30-40 ലക്ഷം രൂപയ്ക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഞാനത് വലിയൊരു നല്ല ഡീലാണെന്നുള്ള രീതിക്ക് തെറ്റിദ്ധരിക്കപ്പെടുകയും ആ വാഹനം വാങ്ങുകയും ചെയ്തു. ഇതാണ് ഇതിൽ നടക്കുന്ന ആക്ച്വലായിട്ടൊരു വസ്തുത. സോ ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളിൽ ഈ സമീപകാലത്ത് നടന്നിട്ടുള്ള യുദ്ധങ്ങളുടെയും അല്ലെങ്കിൽ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ ഒക്കെ ബേസിസിൽ നോക്കുമ്പോൾ ഇതൊരു രാജ്യസുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമായിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ ദേശീയ അന്വേഷണ ഏജൻസികൾ വിലയിരുത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് അവർ നടത്തുന്ന ഒരു അന്വേഷണവുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ എങ്ങനെയാണ് രാജ്യസുരക്ഷയെ ബാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഈ പറഞ്ഞ ഡ്യൂട്ടി കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. രണ്ടാമത് ഈ രീതിക്ക് വളരെ എളുപ്പമായിട്ട് വാഹനം കടത്താൻ സാധിക്കും എങ്കിൽ അല്ലെങ്കിൽ ആ വാഹനം മറ്റ് പേരുകളിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവിടെ ലൂപ്പ് ഹോൾ ഈ ഒരു റാക്കറ്റുകൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ഒരുപാട് നാളുകളായിരിക്കണം. സോ ഈ ഒരു നാളുകൾക്കിടയിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഈ വാഹനങ്ങളുടെ കൂടെ ഇങ്ങോട്ട് കടത്തിയിട്ടുള്ളത് എന്നുള്ള വ്യക്തമായൊരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടില്ല. അത് ഗോൾഡ് ആവാം, ഡ്രഗ്സ് ആവാം, മറ്റ് ആയുധങ്ങളാവാം, അങ്ങനെ മറ്റു പല കാര്യങ്ങളും ആവാം. സോ അങ്ങനെ എന്തെങ്കിലും രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും ഈ ഒരു റാക്കറ്റുകൾ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ വാഹനങ്ങൾ മേടിച്ച ആളുകളോ ഈ ഒരു പ്രോസസ്സിനിടയ്ക്ക് എങ്ങനെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിലവിൽ അന്വേഷണങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസിൽ അറിയാം, നമുക്ക് കസ്റ്റംസ് മാത്രമല്ല മറ്റ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉൾപ്പെടെയുള്ള മറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളും ഈ ഒരു അന്വേഷണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സെലിബ്രിറ്റീസിൻ്റെ കയ്യിൽ സംശയിക്കപ്പെടുന്ന തരത്തിലുള്ള വാഹനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് അവർ സീസ് ചെയ്യുകയും അതിനുശേഷം കറക്റ്റായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാനായിട്ട് അവരോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമ്മളായിക്കോട്ടെ സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ ഒരു വാഹനം രജിസ്റ്റർ ചെയ്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ഓണർ ആരാണ്, അതിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള സകല ഡേറ്റയും നമ്മുടെ കയ്യിൽ വാങ്ങിച്ചു വെക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. നമ്മളൊരു വാഹനം പുറത്തുള്ള ഒരു സംസ്ഥാനത്ത് നിന്ന് പർച്ചേസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അത് മൾട്ടിപ്പിൾ ടൈംസ് ആളുകളുടെ ഓണർഷിപ്പിൽ കൈമറിഞ്ഞ് വരികയാണെങ്കിൽ ആദ്യത്തെ ഓണർഷിപ്പ് ഡീറ്റെയിൽസ് തൊട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും, സപ്പോസ് ആ ഒരു വാഹനം മറ്റ് സംസ്ഥാനത്തിൽ നിന്നാണ്, ഇപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത് ഡൽഹിയിൽ നിന്നാണെങ്കിൽ ആ ഡൽഹിയിലേക്ക് വന്നത് വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് നിന്നാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും ആൻഡ് ഫസ്റ്റ് ഓണറുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതെല്ലാം കറക്റ്റ് ആണ്, ഒറിജിനൽ ആണ്, പെർഫെക്റ്റ് ആണ് എന്നുള്ളത് വാലിഡേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അല്ലാത്ത പക്ഷം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഇത് സെലിബ്രിറ്റീസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു പക്ഷേ അവർ ഡയറക്റ്റായിട്ട് ഡീൽ ചെയ്തായിരിക്കില്ല, അവരുടെ മാനേജേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് എമൗണ്ടുകൾ വരുന്ന അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഒരുപാട് ഡീലിങ്ങുകൾ വരുന്ന ഒരു കേസ് ആയതുകൊണ്ട് തന്നെ ചിലപ്പം ഈ ഒരു യഥാർത്ഥ ഓണറിനെ പറ്റി വ്യക്തമായ ഒരു ധാരണ ഇല്ലാതെ ആയിരിക്കും ആ ഒരു വാഹനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക. ഒരു പക്ഷേ ഇങ്ങനെയുള്ള റാക്കറ്റുകളിൽ പെടുന്ന ഒരു ട്രാൻസാക്ഷൻ ആണ് നടന്നിട്ടുള്ളതെങ്കിൽ പോലും വ്യക്തമായ അറിവോടെയോ ധാരണയോടെ കൂടി അല്ലായിരിക്കും അവരത് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക. ഒരു സെലിബ്രിറ്റി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ വാഹനങ്ങളെക്കുറിച്ച് ഇവർക്ക് ഉള്ള ഐഡിയ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ജാഗ്രതയോട് കൂടി അത് ചെയ്യണമായിരുന്നു എന്ന് എനിക്കും അഭിപ്രായമുണ്ട്. പക്ഷേ നമുക്കാർക്കും ഇതിൽ നിന്നും എന്താ പറയുക, നമുക്ക് ഇപ്പം നമ്മുടെ സിറ്റുവേഷൻ ആണെങ്കിൽ പോലും വലിയൊരു ജാഗ്രതയോട് കൂടി ഇപ്പം എനിക്ക് വളരെ നല്ലൊരു ഡീലിലൊരു വാഹനം ലഭിക്കുമ്പോൾ ഞാൻ ആ ഒരു ഡീലിലേക്ക് പോവുക തന്നെ ചെയ്യും. അപ്പോൾ ഇനിയാണെങ്കിലും അങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ നമ്മളാണെങ്കിലും രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ വാങ്ങുമ്പോൾ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സും ആദ്യത്തെ ഓണർഷിപ്പ് തൊട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും പ്രോപ്പർ ആണെന്നും വണ്ടിയുടെ എഞ്ചിൻ നമ്പർ, ചേസിസ് നമ്പർ, മാനുഫാക്ചർ ഡേറ്റ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമാണോ എന്ന് അന്വേഷിച്ചിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ കേട്ടു 2015-16 മാനുഫാക്ചർ ചെയ്ത വാഹനം 2008 രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ അതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിനുള്ള ഏക റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പോരായ്മകളാണ്. ഇപ്പം നമ്മുടെ ഗവൺമെൻറ്റിൽ എല്ലാ കാര്യങ്ങളും ഡിജിറ്റലായിട്ട് കീപ്പ് ചെയ്യുന്നൊരു സിസ്റ്റമാണ് പോകുന്നത്. സോ അങ്ങനെ കീപ്പ് ചെയ്യുമ്പോഴത്തേനും അവിടെ ലൂപ്പ് ഹോൾസ് എങ്ങനെയാണെന്നുള്ളത് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം.
ഇപ്പോൾ ഫസ്റ്റ് ഓണറെ ഒരു വ്യാജ മേൽവിലാസത്തിൽ എന്തുകൊണ്ടാണ് നമ്മുടെ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത്? ഒരു നാട്ടിലുള്ള ആളുകളുടെ എല്ലാ ഡേറ്റയും ആധാർ അങ്ങനെ മറ്റുള്ള എല്ലാ ID കാർഡുകൾ മുഖേനയും നമ്മുടെ ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ റെക്കോർഡ് ഡാറ്റാബേസിൽ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു വ്യാജ മേൽവിലാസത്തിലൂടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുക? ഒരു പക്ഷേ കറപ്ഷൻ നടന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ പറഞ്ഞ റാക്കറ്റിൽ പെടുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നിരിക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഡിജിറ്റൽ സിസ്റ്റത്തിന്റെ ഒരു ലൂപ്പ് ഹോൾ ആയിരിക്കണം. ആൻഡ് അങ്ങനെ പല ആളുകൾ കൈമറഞ്ഞ് കിട്ടിയ വാഹനം ഇവിടെ എങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും? അപ്പം നമ്മളിവിടെ ആ ഒരു വാഹനം രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ ഒരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അവരുടെ ചെക്കിങ്ങിൽ ഫസ്റ്റ് ഓണർഷിപ്പിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ടല്ലേ എന്ന് അവർ ചെക്ക് ചെയ്യില്ലേ? എന്തുകൊണ്ടത് ചെയ്തില്ല? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിന്റെ വലിയൊരു ഫെയിലിയർ ഇവിടെ കാണാൻ സാധിക്കും. അത് മറച്ചു വെച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇതിന്റെ ഈ ഒരു പ്രശ്നത്തിന്റെ വലിയൊരു ഉത്തരവാദിത്തം നമ്മുടെ സിസ്റ്റത്തിനും കൂടെ ഉണ്ട്. ആ ഒരു ലൂപ്പ് ഹോൾ ഒരിക്കലും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. സോ ഇതൊക്കെയാണ് ഓപ്പറേഷൻ നുംഖൂറിനെ പറ്റി പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഭൂട്ടാനിൽ നിന്നും ഇല്ലീഗലായിട്ട് ഇങ്ങോട്ട് എത്തിച്ച വാഹനങ്ങൾ തിരിച്ചെടുക്കുക, അല്ലെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്ത് ആ ഒരു ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഓപ്പറേഷന്റെ പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രജിസ്റ്റർ ചെയ്ത വണ്ടി വാങ്ങാൻ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വണ്ടി വാങ്ങുമ്പോൾ അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ആ ഒരു ഇപ്പോൾ എത്ര ഓണേഴ്സ് ഉണ്ടോ ആ ഒരു ഓണേഴ്സ് എല്ലാം റിയൽ ആണ് അല്ലെങ്കിൽ കറക്റ്റ് ആണ് എന്നുള്ള കാര്യം വാലിഡേറ്റ് ചെയ്യണം. നമ്മുടെ സിസ്റ്റത്തിൽ ഇത്ര ലൂപ്പ് ഹോൾ ഉള്ളത് കൊണ്ട് തന്നെ നാളെ ഒരിക്കൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളായിരിക്കും അതിൽ കുടുങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്തമാണ് ഒരു വാഹനം വാങ്ങുമ്പോൾ അതിന് ഫസ്റ്റ് ഓണർ, സെക്കൻഡ് ഓണർ, തേർഡ് ഓണർ ഇതൊക്കെ റിയൽ ആണ്, കറക്റ്റ് ആണ്, വണ്ടിയുടെ എഞ്ചിൻ നമ്പർ, ചേസിസ് നമ്പർ, മറ്റു കാര്യങ്ങൾ, ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണെന്ന് വാലിഡേറ്റ് ചെയ്തിട്ട് വാങ്ങുക എന്നുള്ളത്. ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തേരെ. ആൻഡ് ഇങ്ങനെയുള്ള വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ.